1979കളിലും അതുപോലെ 1996കളിലും അതുപോലെ തന്നെ 2004ലും ഒരു ഇടതുപക്ഷ ബദൽ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിന് ഒരു മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിരുന്നു. ഈ തിരഞ്ഞെടുപ്പുകൾ തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇവിടെയാണ് ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേന്ദ്രത്തിൽ ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് വസ്തുത. ഏകദേശം 2004 60ലധികം സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 50ലധികം സീറ്റുകളിലും കോൺഗ്രസിനോട് നേരിട്ട് ഏറ്റുമുട്ടി തന്നെയാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യ സഖ്യം എന്നത് ഒരു BJP വിരുദ്ധ കൂട്ടായ്മ മാത്രമാണ്. അവിടെ പ്രധാനമന്ത്രിയൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. കേരളത്തിലെ മത്സരം UDFും LDFും തമ്മിലാണ്. കേരളത്തിൽ ഇന്ത്യ മുന്നണിയേ ഇല്ല. അത് കേരളത്തിലുമില്ല, പഞ്ചാബിലുമില്ല, അതുപോലെ ഡൽഹിയിലുമില്ല. പല സ്ഥലങ്ങളിലും ഈ മുന്നണി സംവിധാനമേ ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നണിയെ തകർത്തു വിഭജിച്ചു എന്നൊക്കെ വിളമ്പിയിട്ട് ഒരു കാര്യമില്ല. കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇന്ത്യയിൽ നമ്പാൻ കൊള്ളില്ല എന്ന് പഴയകാല ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നമുക്കറിയാം, ഗോവയിൽ അവരുടെ പ്രതിപക്ഷ പാർട്ടി ഒന്നരപ്പാടെ അങ്ങോട്ട് മലകണ്ഠം ചാടുകയാണ് ചെയ്തത്. അതായത് ഗോവയിലെ ദൈവങ്ങളെപ്പോലും വിലക്കെടുക്കാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവങ്ങൾക്ക് പോലും 25 കോടി കൊടുത്ത് വരാത്ത ദൈവങ്ങൾക്ക് 40 കോടി ഗോവയിലെ ദൈവങ്ങളെയൊക്കെ വിലക്കെടുത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. ഇപ്പോൾ തന്നെ എതിർ പാർട്ടിയെ ഇപ്പോഴേ വിജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഗുജറാത്തിൽ. നോക്കൂ, നോമിനേഷൻ പത്രിക തള്ളിയതിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ കൂടെ നിൽക്കുന്നവരെ പോലും നമ്പാൻ കൊള്ളാത്ത അവസ്ഥയാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ നോമിനേഷനിൽ പിന്താങ്ങുന്നവരെ പോലും നമ്പാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിയിരിക്കുന്നു എന്നത് വസ്തുതയാണ്. പോലും ഇന്ന് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു പാർട്ടി ഇടതുപക്ഷമാണ്. കേരളത്തിൽ മാത്രമേ ഒരു എന്നത് വസ്തുത തന്നെയാണ്. അല്ലാതൊന്നും തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അതങ്ങനെയാണെന്ന്, നല്ലത് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. തേനായാലും പാലായാലും ഒക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ പണാധിപത്യത്തിനും മതാധിപത്യത്തിനും അതുപോലെ സ്വേച്ഛാധിപത്യത്തിനും എതിരായിട്ട് ഒരു ശബ്ദം ഉയരണമെങ്കിൽ അത് ഇടതുപക്ഷത്തിനേ ആവുകയുള്ളൂ. 2019 വിജയിച്ചു വന്ന UDF ഈ കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ഒന്ന് പറഞ്ഞു നോക്കൂ. അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി എവിടെയാണ് ശബ്ദം ഉയർത്തിയെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുഖേന കേരളത്തിന് വാങ്ങിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ സുപ്രീം കോടതിയിലും കോടതികളൊക്കെ കയറി ഇറങ്ങിയാണെന്ന് വാങ്ങിച്ചെടുത്തത്. അതിൽ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയും തൻ്റെ മന്ത്രിമാരും ചേർന്ന് ഡൽഹിയിൽ കുത്തിയിരിപ്പ് സമരം വരെ നടത്തിയതും അതിനുവേണ്ടി തന്നെയാണെന്ന്. അപ്പോൾ കേരളത്തിലെ എം പിമാർ ചെയ്യേണ്ട റോൾ വരെ ചെയ്തത് പിണറായി വിജയനാണെന്ന്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേരളത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്തത് ഇവിടുത്തെ ഗവൺമെൻറ്റാണെന്ന്. ഇപ്പോൾ നോക്കൂ, BSNL എന്ന ഒരു സ്ഥാപനം, അത് ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തോളം 50%-ലധികം ഓഹരികൾ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെയാണ്. പയ്യന്നൂർ ടൗണിൽ പോലും നേരെ ചൊവ്വേ 3Gയോ 4Gയോ ഒന്ന് ഗൂഗിൾ പേ ചെയ്യാൻ പോലും ആ ഒരു ഫോണിന് ശേഷിയില്ലാതായിരിക്കുന്നു. ബാക്കി എല്ലാ ഫോണുകളും 4Gയും 5Gയും ഒക്കെ എത്തിയപ്പോഴും ഇപ്പോഴും BSNL 3Gയിലാണ് കടന്നു കളിക്കുന്നത്. 3G ലൈറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഏറ്റവും നല്ല ഓഫറുകൾ കൊടുത്തിട്ട് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ ഏറ്റവും നന്നായി പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനത്തെ എങ്ങനെയാണ് തള്ളി തകർക്കുന്നത് നോക്കൂ. പയ്യന്നൂരിൽ മാത്രമല്ല, വേറെ എവിടെയും ഒരു BSNL സേവനം നേരെ ചൊവ്വേ എവിടെയെങ്കിലും ഇന്ത്യയുടെ ഏതെങ്കിലും മുക്കിലും മൂലയിൽ അത് സേവനം കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് നോക്കൂ. ഇപ്പോൾ ജിയോ എന്ന ഫോണിൽ നിന്ന് BSNLിലേക്ക് വിളിച്ചാൽ തന്നെ അവിടെ പറയുന്ന വോയിസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്നതാണ്. അതായത് BSNL ഫോണുള്ളയാൾ വിളിച്ചിട്ട് പ്രതികരിക്കുന്നില്ല എന്നതാണ് ഉത്തരം കിട്ടുന്നത്. അതെന്താണ് അങ്ങനെ? റേഞ്ചില്ലെങ്കിൽ റേഞ്ചില്ല എന്ന് പറഞ്ഞാൽ പോലെ. അപ്പോൾ അവരെയും പൂർണ്ണമായിട്ടും ജിയോ എന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള ഏറ്റവും തകൃതിയായ ശ്രമം, അതായത് ഒരു സ്വകാര്യ മേഖല ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ തല്ലി തകർക്കുന്നതിൻ്റെ കൃത്യമായ പിക്ചർ നമുക്ക് ഇതിലൂടെ കാണാൻ വേണ്ടി കഴിയും. ഗവൺമെൻറ്റിന് കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് ജനങ്ങളുടെ സ്വത്താണ്. ജനങ്ങളുടെ സ്വത്ത് ജനങ്ങൾക്ക് എല്ലാവർക്കും സർവീസ് കൊടുക്കേണ്ടത് ഉത്തരവാദിത്വം ആ ഭരിക്കുന്ന ഭരണകൂടത്തിനുണ്ട്. അത് നിർവഹിക്കാതെ അതിനെ എല്ലാം വിറ്റുതൊളിക്കുന്ന ഒരു ഇടപാട് ഒരിക്കലും ഒരു ജനത്തിനും ഗുണം ചെയ്യുന്നതല്ല. അതെപ്പോഴും നാശത്തിൻ്റെ വക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇനിയും കേരളത്തിന് വേണ്ടി ഒരിക്കൽ പോലും ശബ്ദമുയർത്താത്ത ഒരു MPമാർ, നോക്കുകുത്തികളായ MPമാരല്ല നമുക്ക് വേണ്ടത്. കേരളത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ആവശ്യം നേടിയെടുക്കാൻ പ്രാപ്തിയുള്ള MPമാരാണ് വേണ്ടത്. അതിന് ഇടതുപക്ഷം മാത്രമേ സഹായിക്കുള്ളൂ. അവസൻസ് പ്രയോഗിച്ച് വോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ഇടതുപക്ഷത്തിന് മാത്രമേ വോട്ട് ചെയ്യാൻ കഴിയൂ. അല്ലാതെ എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നെങ്കിൽ കാണിച്ചു കൂട്ടുകയും ചെയ്യാം. അതിന് അനുഭവിക്കേണ്ടി വരുന്നതും അവരവർ തന്നെയായിരിക്കും. കാരണം ഇനിയൊരു വിവേകപൂർവ്വം അത് വിനിയോഗിച്ചില്ലെങ്കിൽ എപ്പോഴും ഒരു ഇലക്ഷൻ പോലും നമ്മൾക്ക് ഇനി ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, ഭരണമാറ്റം വന്നില്ലെങ്കിൽ. ഇത്രയുമാണ് ഈ ഭാഗത്ത് പറയാനുള്ളത്.